പിതാവായ ദൈവം ലോകത്തോട് കാണിച്ച അനന്തമായ കാരുണ്യമല്ലേ ക്രിസ്മസ്. നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിച്ച് ക്രിസ്മസിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഈ കാരുണ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റണം. അതിന് നമ്മളോട് തന്നെ അല്പം കൂടി കാരുണ്യം കാണിക്കണമെന്ന് തോന്നുന്നു. എങ്ങനെയാണ് നമുക്ക് നമ്മളോട് തന്നെ കാരുണ്യം കാണിക്കാനാകുക? ലോകത്തിന്റെ വിശേഷങ്ങളും വാർത്തകളും മറ്റുള്ളവർക്ക് എന്തൊക്കെ സംഭവിച്ചെന്നൊക്കെ അറിയാനും അത് പറയാനും നമ്മൾ ധൃതി വയ്ക്കാറുണ്ടല്ലോ. ലോകത്തിനെന്ത് പറ്റി, കേരളത്തിനെന്ത് പറ്റി, ഇന്ത്യക്കെന്ത് പറ്റി, അമേരിക്കയ്ക്ക് എന്ത് പറ്റി എന്നൊക്കെ ചിന്തിക്കുമ്പോഴും എൻ്റെ കുടുംബത്തിനെന്ത് പറ്റി, എനിക്കെന്ത് പറ്റി, ഞാൻ എന്തെങ്കിലും കാര്യം ശ്രദ്ധിക്കാനുണ്ടോ, എനിക്കെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അല്പം കൂടി കരുണയോടെ ചിന്തിക്കണ്ടേ? അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് അമേരിക്കക്കാരൻ ഒറീസയിലെ അണക്കെട്ട് പൊട്ടണത് കണ്ടുപിടിച്ചു. അമേരിക്ക അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. അത്രയ്ക്കും റേഞ്ച് ഉണ്ട് അമേരിക്കക്കാരൻ്റെ സാറ്റലൈറ്റിന്. പലപ്പോഴും മലയാളി അതുപോലെയാണ്. എന്നാൽ അമേരിക്കക്കാരൻ്റെ മേൽ വേറെ ഒരുത്തിന്റെ പ്ലെയിൻ ഇടിച്ചത് അമേരിക്കക്കാരനെ കണ്ടുപിടിച്ചില്ല. അയൽപക്കത്തെ വീട്ടിൽ തീപ്പെട്ടിക്കൊള്ളി ഒരച്ചാൽ ഇവിടുത്തെ ചേച്ചി അറിയുന്നു, എന്നാൽ സ്വന്തം നൈറ്റിക്ക് തീ പിടിച്ചാൽ ചേച്ചി അറിയുന്നില്ല. ഇതൊരു സാധാരണ മലയാളിയുടെ മറ്റുള്ളവരെ കുറിച്ച് അറിയാനുള്ള വ്യഗ്രതയുടെ ചിത്രമാണ്. യൂറോപ്പിലൊരു വീട്ടിൽ കറണ്ട് പോയാൽ ഓപ്പറേറ്ററെ വിളിച്ച് നേരെയാക്കും, എന്നാൽ മലയാളിയുടെ വീട്ടിൽ കറണ്ട് പോയാൽ തമാശയ്ക്ക് പറയാറില്ലേ, അയൽപക്കത്തെ വീട്ടിൽ വിളിച്ചു ചോദിക്കും അവിടെ കറണ്ട് ഉണ്ടോ. ഇവിടെ കറണ്ട് പോയതിനേക്കാൾ വിഷമമുള്ള കാര്യമാണ് ഇവിടെ കറണ്ട് ഇല്ലാതിരിക്കുക, അവിടെ കറണ്ട് ഉള്ളത്. മറ്റുള്ളവരുടെ കുടുംബത്തെക്കുറിച്ചും മറ്റുള്ള വ്യക്തികളെക്കുറിച്ചും ആദവരാതെ സംസാരിക്കുകയും രാഷ്ട്രീയ കാര്യങ്ങളിലും സാമൂഹിക കാര്യങ്ങളിലും കുറേ ശ്രദ്ധിക്കുകയും വിമർശിക്കുകയും എഴുതുകയും ചെയ്യുന്ന നമുക്ക് ചിന്തിച്ചുകൂടെ, എനിക്കെന്ത് പറ്റി, ഞാൻ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എനിക്കെന്താണ് എൻ്റെ കുടുംബത്തിനും സഭയ്ക്കും സമൂഹത്തിനും നന്മയായി മാറാൻ പറ്റുക? കർത്താവിൻ്റെ കാരുണ്യം നമ്മൾ അനുഭവിക്കണമെങ്കിൽ നമ്മൾ നമ്മളോട് അല്പം കൂടി സ്വസ്ഥമായി ഇരുന്ന് ചിന്തിച്ച് കരുണ കാണിക്കണം. ദൈവം അനുഗ്രഹിക്കട്ടെ.